നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായി 30 ദിവസമായി ആശാ വർക്കേഴ്സ് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ടാണ് ആശാ വർക്കേഴ്സിന്റെ സമരം മുന്നോട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ദിനം പ്രതി ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഫെബ്രുവരി 10 തുടങ്ങിയ ഈ സമരം 30 ദിവസം പിന്നിട്ടിരിക്കുന്നു. പരസ്പരം പഴിചാരി വിഷയത്തിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ അനുഭാവപൂർവ്വം ഇടപെടാത്തത്? പൊരിവെയിലത്തും കോരിച്ചൊരിയുന്ന മഴയത്തും ഇവർ സമരം നടത്തിയത് എന്തുകൊണ്ടാണ് അധികൃതർ കാണാതെ പോകുന്നത്? പരിഹസിച്ചും അധിക്ഷേപിച്ചും ആശാ വർക്കർമാരെ തളർത്താനുള്ള ഒരു ശ്രമവും ഫലം കണ്ടിട്ടില്ല. ആശാ വർക്കർമാരുടെ സമരത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് പൊതുജനം കഴുതയിലെ സാർ ഇന്ന് ആദ്യം ക്യാമറ തിരിക്കുന്നത്. ഒരു മാസത്തിലേക്ക് എത്തി നിൽക്കുന്ന സമര പോരാട്ടം. ഒടുവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ വേതനം കൂട്ടാമെന്ന വാഗ്ദാനം. എന്നാൽ വെയിലും മഴയും ഈ അധിക്ഷേപ പേമാരികളും മറികടന്ന് സമരം തുടരുമെന്നുള്ള പ്രഖ്യാപനത്തിലാണ് ഈ സ്ത്രീകൾ. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം 7000 രൂപ. സമരം തുടങ്ങുമ്പോൾ 3 മാസമായി ആ തുക പോലും കുടിശ്ശികയായിരുന്നു. 7000 രൂപ ലഭിക്കാൻ 10 മാനദണ്ഡങ്ങൾ സർക്കാർ അടിച്ചേൽപ്പിച്ചിരുന്നു. 7000-ൽ നിന്ന് 21,000 ആക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നത് മറ്റൊരാവശ്യം. വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക, അധിക ജോലിഭാരം ഒഴിവാക്കുക തുടങ്ങി പിന്നെയും ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് മുൻകൈയെടുക്കാൻ ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ CITU തയ്യാറായില്ല. ആവശ്യമുന്നയിച്ച് സമരമിരിക്കാൻ പ്രതിപക്ഷ തൊഴിലാളി സംഘടനയായ INTUC ഉണ്ടായില്ല. അങ്ങനെയാണ് സ്വതന്ത്ര സംഘടനയായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം തുടങ്ങിയത്. സമരം തുടങ്ങിയ 5-ാം നാൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറേറ്റിൽ നിന്നും സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഫെബ്രുവരി 15-ന് സമരത്തിന്റെ 6-ാം ദിവസം ആശാ വർക്കേഴ്സ് കുടുംബസംഗമം നടത്താനായിരുന്നു തീരുമാനം. അന്നു രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമര നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. പ്രതീക്ഷയോടെ ചർച്ചയ്ക്ക് പോയവർക്ക് നിരാശയാണ് ഫലം. ആദ്യം മുഖം തിരിച്ച പ്രതിപക്ഷ നേതാക്കൾ സമരപ്പന്തലിലേക്ക് എത്താൻ മത്സരിച്ചു. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്. ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. ഫെബ്രുവരി 20-ന് നടന്ന മഹാസംഗമത്തിലെ ആൾക്കൂട്ടം സർക്കാരിനെ വിറപ്പിച്ചു. ഒരു ചെറിയ സംഘടനയ്ക്ക് തലസ്ഥാന നഗരിയെ നിശ്ചലമാക്കും വിധം ആളെത്തിക്കാൻ കഴിഞ്ഞു. പിന്നാലെ 3 മാസം കുടിശ്ശികയിൽ നിന്നും 2 മാസത്തെ കുടിശ്ശികയുടെ തുക അനുവദിച്ചു. സമരത്തിന്റെ ആദ്യ വിജയം. ദിവസങ്ങൾക്ക് ശേഷം 1 മാസത്തെ ഓണറേറിയം കൂടി അനുവദിച്ചതോടെ കുടിശ്ശിക തീർന്നു. അതിനിടയിൽ ഓണറേറിയം മാനദണ്ഡങ്ങളും ഒഴിവാക്കുന്നുവെന്ന അറിയിപ്പ് വന്നു. സമരം അവസാനിപ്പിക്കാൻ ആശാ വർക്കേഴ്സ് തയ്യാറായില്ല. ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യവും അനുവദിക്കാതെ സമരം നിർത്തില്ല എന്നതാണ് നിലപാട്. ഇതിനിടയിൽ സമരക്കാർക്ക് നേരെ അധിക്ഷേപത്തിന്റെ പെരുമഴയെത്തി. ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം. അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ്. ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. ഇതിനിടയിൽ ആശാവർക്കർമാരോട് അനുഭാവപൂർവമായ സമീപനമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നം എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. ഈ ആശാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം അനുഭാവപൂർവമായ സമീപനമാണ്. നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ ന്യായമായ കാര്യങ്ങളും അത് ചെയ്യും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. സമരത്തിനിടെ PSC ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയത് സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദത്തിന്റെ മുനയൊടിച്ചു. സമരക്കാർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ അഴിച്ചു മാറ്റിയതും വിവാദമായി. നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്നു പറയുന്നത് ഈ ടാർപ്പ അഴിച്ചു മാറ്റ എടുത്തുകൊണ്ട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പക്ഷേ ആശാ വർക്കേഴ്സിനെ തളർത്തിയില്ല. 2ാം ഘട്ട സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനം. നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുന്നതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി?
ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിന് എന്തിനാണ് പിടിവാശി? ഞങ്ങളോട് പലരും വന്ന് ചോദിക്കുന്നു, നിങ്ങൾ സെറ്റിൽ ചെയ്യില്ലേന്ന്. ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത്? സെറ്റിൽ ചെയ്യേണ്ടത് സർക്കാരാണ്. ഒന്ന് മിനിമം കേൾക്കുവാനുള്ളൊരു സന്മനസ് ഗവൺമെന്റ് കാണിക്കണം. വിഷയം പിന്നെ കേന്ദ്ര ശ്രദ്ധ ആകർഷിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രംഗത്ത് വന്നു. As far as the Kerala government is concerned, I would like to enlighten the member that the government of India has given all its due. We have given all its due. The utilization certificate has not come to the ASHA workers and to the state of Kerala accordingly. But at this point of time, our share has been given to Kerala also the ASHA workers. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി നിയമസഭയിൽ KK രമ. ആശാ വർക്കർമാരുടെ, ആ തൊഴിലാളികളുടെ ഒരു മാസമായി വരുന്ന ആ സമരം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. ഇരട്ട ചങ്കുണ്ടായാൽ പോരെ സാർ, ആ ചങ്കിൽ ഇത്തിരി മനുഷ്യത്വം ഉണ്ടാകണം. എങ്കിലും ഈ തൊഴിലാളികളുടെ സമരത്തെയൊക്കെ കണ്ടെന്ന് നടിക്കാൻ വേണ്ടി സാധിക്കും. ആശമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളമെന്നാണ് സംസ്ഥാനത്തിന്റെ അവകാശവാദം. എന്നാൽ സിക്കിമിൽ 10,000 രൂപയാണ് ഓണറേറിയം എന്ന് പാർലമെന്റിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ഇൻസെന്റീവ് അടക്കം 10,000 രൂപ എല്ലാ മാസവും ഉറപ്പുവരുത്തുന്ന ഉത്തരവും ഇതിനിടെ ഇറങ്ങി. ഇൻസെന്റീവ് ഉൾപ്പെടെ കേരളത്തിൽ 13,250 രൂപ ലഭിക്കുന്നുവെന്നാണ് സർക്കാർ വാദം. ആ കണക്ക് തള്ളുന്നുണ്ട് ആശാ വർക്കർമാർ. ഞങ്ങളുടെ PHCയിൽ FHCയിൽ തന്നെ കണ്ണിന് ക്യാൻസറായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കീമോ ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും അതിൻ്റെ ഓണററി അടിച്ചിട്ടില്ല. ഹസ്ബൻഡ് മരിച്ചൊരു കുട്ടിയുണ്ടായിരുന്നു, അതിനടിച്ചിട്ടില്ല, ഓണററി അടിച്ചിട്ടില്ല. സിക്കിമും ആന്ധ്രാപ്രദേശും കഴിഞ്ഞാൽ ആശാ വർക്കേഴ്സിന് ഏറ്റവും അധികം തുക നൽകുന്ന സംസ്ഥാനം കേരളം എന്നതിൽ തർക്കമില്ല. 6,750 രൂപ പ്രതിമാസം ഓണറേറിയം നൽകുന്ന തെലങ്കാനയാണ് തൊട്ടു പിന്നിൽ. 5 ലക്ഷം രൂപ പശ്ചിമബംഗാളിൽ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നുണ്ട്. കേരളത്തിൽ 1 രൂപ പോലുമില്ല. മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്ന സമരക്കാർ പറയുന്നതിനും കാരണമുണ്ട്. പലയിടത്തും പാർട്ട് ടൈം ജോലിയാണ് ആശാ വർക്കേഴ്സിനെങ്കിൽ കേരളത്തിൽ ജോലിഭാരം അധികമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കൂ സർക്കാരെ എന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളാകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ അവഗണനയ്ക്ക് പരിഹാസത്തിന് മറുപടി നൽകേണ്ടി വരും. ക്യാമറമാൻ രാജ് കിരണിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തൂക്കി നോക്കി വിലയിടാൻ കഴിയാത്തതാണ് ആശാ വർക്കർമാരുടെ സേവനം. ആ സേവനത്തിന്, അതിൻ്റെ മൂല്യത്തിന് അനുസൃതമായി അവരുടെ ജീവിതത്തിന് വേണ്ട രീതിയിലുള്ള പിന്തുണയും പിൻബലവും നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പരസ്പരം പഴിചാരിക്കൊണ്ടാണ് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ നേരിടാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു. കേരളത്തിന് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നൽകാനുള്ള കുടിശ്ശിക മുഴുവൻ കേരളത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ്, അത് സംബന്ധിച്ച വിശദീകരണം കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നാണ്. നാളെ മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നേക്കാം. അപ്പോഴും മഴ നനഞ്ഞും പരിഹാസമേറ്റും പ്രതിഷേധങ്ങൾ ഏറ്റും കുത്തുവാക്കുകൾ കേട്ടുമൊക്കെ ആശാ വർക്കർമാർ 30 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം അത് വിജയം കണ്ടേ അവസാനിപ്പിക്കൂ എന്ന ദൃഢനിശ്ചയത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോകുമ്പോൾ നീതിബോധമുള്ള കേരളത്തിന്റെ പൊതുസമൂഹം അവർക്കൊപ്പം ഉണ്ടാകും എന്നതാണ് അനുഭവം നമ്മുടെ മുന്നിൽ പറയുന്നത്. നമുക്ക് ജീവിത ചെലവുകൾ അടിമുടി വർദ്ധിക്കുന്ന കാലത്ത് 7,000 രൂപ മരുന്നിന് പോലും തികയാത്ത തുകയാണ് എന്നതാണ് സത്യം. കേന്ദ്രവിഹിതം നാളുകളായി നൽകുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരും, അങ്ങനെയല്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ടെന്നും അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണ് നൽകിയതെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം വരുന്നത്. എന്താണ് ഇതിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്? കേൾക്കാം. ആശാസമരം തുടങ്ങിയത് ഫെബ്രുവരി മാസം 10-ന്. അന്ന് മുതൽ കേൾക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ. എന്നാൽ എന്താണ് വാസ്തവം? പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? പരിശോധിക്കാം. ഒരുപക്ഷെ അവർ ആദ്യം തുടങ്ങിയത് ഈ കൊറോണ കാലത്താണ്. അപ്പം അന്ന് അവരാവശ്യം ഉണ്ടായിരുന്നു, സർക്കാരിന് അവരാവശ്യമില്ല. അതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവർ തമ്മിൽ അടികൂടാത്തതുണ്ട്. ഇവർക്ക് പൈസ ഇല്ലയെന്ന് അവർ പിന്നീട് കേന്ദ്രത്തിനെ കുറ്റം പറയും, കേന്ദ്രം ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് ഇവരെ കുറ്റം പറയും, കണക്ക് കാണിക്കുന്നില്ല, അതില്ല. പരസ്പരം അങ്ങോട്ടും ചെല്ലും പഴിയാരുക എന്നുള്ളതല്ല. രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ ഇവരാരാണ് നല്ലത് ചെയ്യണത്, നല്ലത് അല്ലാത്തത് ചെയ്യുന്നതെന്ന്. അവർക്ക് തന്നെ അറിയാം, അവരോട് തന്നെ ചോദിക്കണം. ഈ രണ്ടുപേർക്കും അറിയാം, കേന്ദ്രത്തിനും നമ്മളെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാൻ പറ്റും. കഷ്ടമാണ് അവരുടെ കാര്യം, അവർക്ക് എത്രയും പെട്ടെന്ന് നീതി നേടി കൊടുക്കണം. ശരിയെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ സഹായിക്കാത്ത എന്താ? ഇവർ ദൂർത്തടിക്കുന്നതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൂർത്തടിക്കുന്നത്, പണമൊക്കെ എവിടെ പോയി? ചോർന്നു പോയോ? മോഷ്ടിച്ചോണ്ട് പോയോ? ഇവർ ദൂർത്തടിച്ചതല്ലേ?
സർക്കാർ വിചാരിച്ച ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടി. കേരളത്തിലുള്ളവർ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്രവും കേരളവുമായിട്ട് ശരിയാക്കി കൊടുക്കുക. അവരും മനുഷ്യരല്ലേ. 10-30 ദിവസമായില്ലേ സമരം. സംസ്ഥാനമാണ് ഈ വൃത്തികേടുകൾ അത്രയും കാണിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം പിണറായി വന്നതിന് ശേഷം ഓരോ ദിവസവും സകല തരത്തിലും നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് കിട്ടുന്നില്ല. എന്തുമാത്രം ബുദ്ധിമുട്ടിയാണെന്നറിയോ കഴിയുന്നത് ഈ പെൻഷൻ ഇല്ലാത്തത് കൊണ്ട്. മിക്കവാറും കാണത്തില്ല. അതാ ഇപ്പം 73 കോടിയൊക്കെ അനുവദിച്ചെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പറച്ചിൽ മാത്രമേ ഉള്ളൂ. എത്ര ബലം പ്രയോഗിച്ച് ഒതുക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നീതിബോധമുള്ള പൗരസമൂഹം ന്യായമായി നടത്തുന്ന സമരങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും എന്നതാണ് കേരളത്തിന്റെ ചരിത്രം. അതിനത് രാഷ്ട്രീയത്തിന്റെ പിന്തുണയോ കൊടിയുടെ നിറങ്ങളോ ആവശ്യമില്ല. അതിന്റെ മറ്റൊരു ഏടായി ഒരുപക്ഷെ ആശാ വർക്കർമാരുടെ സമരം മാറാൻ പോവുകയാണെന്ന്